ഈമാനോടെ മരിക്കാൻ സിമ്പിളായ 2 കാര്യം എന്റെ സദസ്യരോട് പറയാം. സിമ്പിളായ 2 കാര്യം. ഒന്ന്, ഒരു ദിവസം 10 മോമിനിങ്ങളോട് സലാം പറഞ്ഞാൽ മതി, എന്നാൽ ഈമാനോടെ മരിക്കാൻ പറ്റും. 10 ആളോട് സലാം പറഞ്ഞാൽ മതി. നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോ ഭാര്യനോട് അസ്സലാമു അലൈക്കും, പോകുമ്പോ അസ്സലാമു അലൈക്കും. ഭാര്യനോട് തന്നെ 5 വക്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയി വരുമ്പോ തന്നെ ആയില്ലേ 10 എണ്ണം. കണ്ടോ? 10 ആളോട് സലാം പറയുന്ന ഒരു സ്വഭാവം ഡെയിലി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈമാനോടെ മരിക്കാനുള്ള 10-25 വഴികൾ യാദൽ ജലാൽ വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം എന്ന ദിക്റിന്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഈ വിഷയം പറയുന്നതാണ്. സിമ്പിൾ അല്ലേ? ഇനിയിപ്പൊ ഇതിൽ പല ആൾക്കാരും ചിന്തിക്കണ ഒരു ഉഡായിപ്പുണ്ടാവും. അതെന്താണെന്നറിയോ? അന്ന് രാവിലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാന്ന്, മടക്കുന്ന ആള് മടക്കട്ട്. നമുക്കങ്ങനെ ഒരു പൊതുവേ ട്രെൻഡ് ഉണ്ട്. ഇനിയിപ്പോ പാനൂർ മൂസുസ്താദിന്റെ ഹയാത്ത് കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ചോദിച്ച്, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യേണ്ടത്? എന്നൊരു 1000 നാര്യസ്വലാത്ത് ലിക്കൂളി എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ ചോദിക്കും, ഞാനെന്നെ ചെല്ലണ അല്ല ഭാര്യനെ കൊണ്ട് ചൊല്ലിപ്പിച്ചാൽ മതിയാന്ന്. കേട്ടാ, തീർന്നു. നമ്മൾ ആത്മീയത മൊത്തം പോയി. നമ്മൾ ഇബാദത്ത് ചെയ്യാൻ മടിയന്മാരാ. അതുകൊണ്ട് ആ തറാവി സ്പീഡിൽ നിസ്കരിക്കുന്ന ഉസ്താദിന് കുറച്ചധികം ടേസ്റ്റും ഇഷ്ടമൊക്കെ കടന്നു വരുന്നത്. അങ്ങനല്ലല്ലോ നമുക്ക് വേണ്ടത്. 10 ആളോട് ഡെയിലി സലാം പറയും. രണ്ടാമത്തത്, ഈമാനോടെ മരിക്കാനുള്ള സിമ്പിളായ കാര്യമാണ് ബാങ്കിന് ശേഷമുള്ള ദുആ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന ദുആ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ദുആ പതിവാക്കുന്നവർക്ക് ആഖിബത്ത് നന്നായുള്ള മരണം ലഭിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്.